ഹലോ അസ്സലാമു അലൈക്കും. സന സാലിഹ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പുതിയ ബീഡ്സിൻ്റെ ഏതൊക്കെ മോഡലുകളാണ്, എത്ര കളേഴ്സാണ് വരുന്നുള്ള വീഡിയോ ആണ്. അത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ബീഡ്സുകൾ കാണിക്കാനുണ്ട്. അത് മാത്രമല്ല അതിലെല്ലാം ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് തസ്ബീഹ്മാരുടെ ബീഡ്സുകളാണ്. തസ്ബീഹ്മാരുടെ ബീഡ്സുകൾ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു ബീഡ്സാണ്. ഒരുപാട് വലിയമാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പ്ലെയിൻ അല്ലാത്ത വെറൈറ്റി മോഡലിലാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. പള്ളികൾക്ക് കൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ പെട്ടെന്നൊന്ന് വീണാൽ പൊട്ടാത്ത തരത്തിലുള്ള ബീഡ്സുകളാണ് അവരെല്ലാവരും ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല അള്ളാ മുഹമ്മദ് എന്നെഴുതിയ ബീഡ്സുകളാണ് വന്നിട്ടുള്ളത്. നല്ല 6 കളറിലാണ് വന്നിരിക്കുന്നത്. വല്ലാതെ ഡാർക്ക് കളറുമല്ല, വലിയ ലൈറ്റ് കളറുമല്ലാത്ത രീതിയിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കളറുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ പാക്കറ്റ് പൊട്ടിക്കാതെയാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് തസ്ബീഹ്മാരുണ്ടാക്കിയ വീഡിയോ ഇട്ടയച്ചു തരാം. വീഡിയോ ലോങ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ പാക്കറ്റ് ബീഡ്സുകൾ ഇപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാത്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സിന് പാക്കറ്റായിട്ട് ബീഡ്സുകൾ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എല്ലാ പാക്കറ്റും പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ബീഡ്സുകളുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ എല്ലാം വെറൈറ്റി ആയിട്ട് കളേഴ്സുകളും വരുന്നുണ്ട്. അതായത് ഹാങ്ങിങ് ബീഡ്സുകൾ വരുന്നുണ്ട്. അതിൻ്റെ 6 കളർ വരുന്നുണ്ട്. ഹാങ്ങിങ് ബീഡ്സിൻ്റെ 2 മോഡലാണ് വരുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിലും ഒരുപാട് കളേഴ്സുകളും മോഡൽസുകളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്കറ്റുകൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കൊടുക്കാൻ, അതായത് 500 ഗ്രാമിൻ്റെ 1/2 kg പാക്കറ്റുകളായിരിക്കും. അത് പൊട്ടിക്കാതെയാണ് എല്ലാ കസ്റ്റമേഴ്സും ഒരുപാട് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് ചോദിക്കാറ്. അപ്പോൾ പൊട്ടിക്കാതെ തന്നെ നമ്മളത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഹാങ്ങിങ് ബീഡ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കറ്റായിട്ട് ഉപയോഗിക്കുന്ന ബീഡ്സുകളാണ്. ഒന്നുമില്ലെങ്കിൽ മാലയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഹെയർ ബാൻഡിന് അധികം നമ്മൾ ഇങ്ങനത്തെ ബീഡ്സുകൾ കൊടുക്കാറില്ല. പിന്നെ ടിക്റ്റിക്കിൽ നമ്മളതിൻ്റെ ഹാങ്ങിങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ടിക്റ്റിക്കിലും അലിഗേറ്ററിലും എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ് ഓരോരോ ബീഡ്സിൻ്റെയും മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ഒരു ഹാങ്ങിങ് ബീഡ് കാണിച്ചു തരാം. അതിൻ്റെ ബ്ലൂ കളർ പാക്കറ്റാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇല ബീഡാണ്. ഈ ഇല ഏത് ചെടിയുടെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാമല്ലോ. എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് കാണുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും ഇല ടൈപ്പ് തന്നെയാണ്. അതിൻ്റെ വേറൊരു മോഡലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ 6 കളറാണ് വന്നിട്ടുള്ളത്. ബ്ലൂ, റോസ്, പിങ്ക്, യെല്ലോ, ഗ്രീൻ, റെഡ്, അങ്ങനെ 6 കളറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു മോഡൽ ഇലയാണ്. ഇതും ഹാങ്ങിങ് ബീഡ് തന്നെയാണ്. ഇതിൻ്റെയും സെയിം കളേഴ്സാണ് വന്നിട്ടുള്ളത്. അതിലുള്ള അതേ കളേഴ്സാണ്, മോഡലിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ കാണാറുള്ള പോലെ തന്നെ ഇലയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ആദ്യം കാണിച്ച ഇലയുടെ പേരാണ്, ഏത് ചെടിയുടെ ഇലയാണെന്നാണ് അറിയേണ്ടത്. ഓരോരോ ഭാഗത്ത് നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗത്തേക്ക് വരുന്ന ചെടി ഏതാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഓക്കെ. അപ്പോൾ ഒന്ന് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ കളേഴ്സുകളാണ് കാണിച്ചു തരുന്നത്. ഇതൊരു പിങ്ക് കളറാണ്. പിങ്ക് കളർ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതായത് ചെറിയ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക് കളർ. അപ്പോൾ അതുപോലത്തെ ബീഡ്സുകളുണ്ട്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ഇത് മേടിക്കുന്നത് തന്നെ, മെറ്റീരിയൽസുകൾ മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ വെറൈറ്റി ആയിട്ട് ബീഡ്സുകൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കളറെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ റെഡ്, അത് ഗ്രീന്, എല്ലാം നമ്മുടെ അടുത്ത് സാധാരണ ഉള്ള ബീഡ്സിൻ്റെ കളേഴ്സാണ്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഗോൾഡ് കളറിൽ വരുന്ന ഫ്ലവർ ബീഡാണ്. അതായത് നമ്മുടെ അടുത്ത് വൈറ്റ് കളറ്, ഇതിൻ്റെ സെയിം മോഡലിൽ തന്നെ വൈറ്റ് കളറിൽ ബീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഗോൾഡ് കളറാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് കളറിൽ 2 പാക്കറ്റാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് വലിയ സൈസും ഒന്ന് മീഡിയം സൈസുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ മീഡിയം സൈസ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് വലിയ സൈസാണ്. അതായത് നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ്സ് ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡിൽ ഇതിൽ ഗമ്മ് തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ടാര ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗോൾഡ് ബീഡ് ഉണ്ടാക്കി കഴിഞ്ഞാലെല്ലാം കാണാൻ നല്ല
ഭംഗിയാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും കുട്ടികളുടെ തലയിലിട്ട് കൊടുത്താലായാലും ഫ്ലവർ ബീഡ്, അതായത് ഗോൾഡിൽ വരുന്ന ബീഡ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതതിൻ്റെ ചെറിയ സൈസാണ്. ഇത് നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അലിഗേറ്റർ, ടിക് ടിക്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബീഡാണ്. ഗോൾഡ് കളറിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ 2 സൈസും മാത്രമേ വന്നിട്ടുള്ളൂ, വലുത് സൈസും ചെറിയ സൈസും. അതിൻ്റെ ചെറിയ സൈസാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് കുറേ വൈറ്റ് കളറിൽ കുറച്ച് വെറൈറ്റി ബീഡ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് 2 ഹോൾ വരുന്ന ബീഡ്സാണ്. 2 ഹോൾ വരുമ്പോൾ 2 സൈഡിലും ഈ രണ്ട് ഹോളാണ് വരുന്നത്. 4 ഹോൾ വരുന്നുണ്ട്. അതിൻ്റെ 2 മോഡൽ ഫ്ലവറാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഒരു മോഡൽ ഇവിടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ വേറെ വെറൈറ്റി ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 ഹോളിൽ വരുന്ന എയർ ബാൻഡ് നല്ലൊരു മോഡലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇത് കാണിക്കുന്നത് ഒരു ഫിഷ് മോഡലാണ്. ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട്, കാരണം ഈ ഒരു മോഡൽ ബീഡ് നമ്മളടുത്ത് വന്നിട്ടില്ല. അപ്പോൾ അത് കാണാനുള്ളൊരു ആകാംക്ഷ എനിക്കുമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അത് എങ്ങനത്തെയാണ് എന്ന് നോക്കാം. എനിക്ക് പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഒരു ഫിഷ് മോഡലാണ് തോന്നിയത്. എങ്ങനെയായാലും പൊട്ടിച്ച് നോക്കിയപ്പോഴും അതേ മോഡലായിട്ട് തന്നെയാണ് തോന്നുന്നത്. 2 സൈഡിലും മീൻ തല പോലെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. നമുക്കത് ഹെയർ ബാൻഡോ മാലയൊക്കെ ചെയ്യുമ്പോൾ സെൻറ്ററിൽ കൂടെ ഒരു ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. നോക്കട്ടെ, ഞാൻ ഷോർട്ട് വീഡിയോയിൽ അതൊക്കെ പോസ്റ്റ് ചെയ്യാം. ഇതൊരു ഹാർട്ട് ഷേപ്പ് ബീഡാണ്. ഇതിൻ്റെ എല്ലാം ഓരോ പാക്കറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹാർട്ട് ഷേപ്പാണ്. പിന്നെ ഇത് വരുന്നത് റൗണ്ട് റബ്ബറാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരുപാട് മോഡൽസുണ്ട്. ഇന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇത് റബ്ബർ പീസുകൾ തന്നെയാണ്. അതിൻ്റെ ബട്ടർഫ്ലൈ മോഡലാണ്. നമ്മളെ കയ്യിൽ ഫ്ലവർ ടൈപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബട്ടർഫ്ലൈ മോഡലാണുള്ളത്. ഓക്കെ. പിന്നെ ലെറ്റർ ബീഡ്സിൽ റൗണ്ട് ടൈപ്പാണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഡാർക്ക്നെസ് കാണിക്കുന്നുണ്ട് ലെറ്റർ ബീഡ്സിലെല്ലാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കാണാൻ മറക്കരുത്. അതിനു വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഇലയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.